Hi children, welcome to science class. Okay, we can continue. Chapter 11. What is chapter name? Force and pressure. Chapter name, force and pressure. Okay, listen. A force can change the state of motion. Force can change the state of motion. What is state of motion? State of motion എന്ന് പറഞ്ഞാൽ എന്താണ്? The state of motion of an object is described by its speed and the direction of motion. State of motion, ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് അതിന്റെ സ്പീഡും അതിന്റെ മോഷന്റെ ഡിറക്ഷനും വെച്ചിട്ടാണ് പറയുന്നത്. The state of the rest is considered to be the state of zero speed. State of rest എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 0 ആണ്, മൂവ് ചെയ്യുന്നില്ല. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ there is no motion, so zero speed. An object may be at rest or in motion. or ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് അല്ലെങ്കിൽ മോഷനിലാണ്. both are its state of motion. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ, അതാണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, look at the activity. Take a rubber ball and place it on a level surface such as a tabletop or a concrete floor. ഒരു റബ്ബർ ബോൾ എടുത്തിട്ട് ഒരു കോൺക്രീറ്റ് ഫ്ലോറിൽ വെക്കാം. Now gently push the ball along the level surface. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ബോളിനെ ജസ്റ്റ് പുഷ് ചെയ്യാം. Does the ball begin to move? Yes. ബോൾ മൂവ് ചെയ്യാൻ തുടങ്ങിയില്ലേ? Yes. Push the ball again while it is still moving. ആ ബോളിനെ വീണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുഷ് ചെയ്തപ്പോൾ ഫസ്റ്റ് പുഷിന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? പുഷ് ദ ബോൾ again. വീണ്ടും അതിനെ ബോളിനെ പുഷ് ചെയ്യാം. ഈസ് ദർ എനി ചേഞ്ച് ഇൻ ഇറ്റ് സ്പീഡ്? അപ്പൊ അതിന്റെ സ്പീഡിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ? ഓഫ് കോഴ്സ്, എന്തായാലും സ്പീഡിൽ ചേഞ്ച് ഉണ്ടാവും. ഡസ് ഇറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്? ഒരേ ഡിറക്ഷനിലാണ് നമ്മൾ വീണ്ടും ഫോഴ്സ് അപ്ലൈ ചെയ്തതെങ്കിൽ അത് എന്താവും? ഇൻക്രീസ് ആവും, സ്പീഡ് കൂടും. നെക്സ്റ്റ് ആക്ടിവിറ്റി. പ്ലേസ് യുവർ പാം ഇൻ ഫ്രണ്ട് ഓഫ് ദ മൂവിംഗ് ബോൾ. ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോളിന്റെ ഫ്രണ്ടിൽ കൈവയ്ക്കാം. റിമൂവ് യുവർ പാം ആസ് സൂൺ ആസ് ദ മൂവിംഗ് ബോൾ ടച്ചസ് ഇറ്റ്. നമ്മള് കയ്യിൽ ടച്ച് ചെയ്ത സമയത്ത് എന്താ, ബോൾ കയ്യിൽ ടച്ച് ചെയ്തതിന് ശേഷം കൈ റിമൂവ് ചെയ്യുക. ഡസ് യുവർ പാം അപ്ലൈ എ ഫോഴ്സ് ഓൺ ദ ബോൾ? അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ കൈ വെക്കുക, കയ്യിൽ വന്നിട്ട് ബോൾ തട്ടുക എന്ന് പറയുമ്പോൾ ബോൾ എന്താണ്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് എന്താണ്, അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. അപ്പൊ അതിന്റെ സ്പീഡ് എന്താവും? ഡിക്രീസ് ആവും. സെയിം ഡിറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ആവും. അത് മാത്രമല്ല അതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ആവാം. ഓക്കെ, you might recall similar situations. For example, while taking a penalty kick in football, ഒരു ഫുട്ബോളിൽ പെനാൽറ്റി കിക്ക് അടിക്കുന്ന സമയത്ത് the player apply a force on the ball. ബോളിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. Before being hit, the ball was at rest. ബോളിന് കിക്ക് ചെയ്യുന്നതിന് മുൻപേ ബോൾ എന്തിലാണ്? റെസ്റ്റിലാണ്, അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. ആൻഡ് സോ ഇറ്റ് സ്പീഡ് വാസ് 0. റെസ്റ്റിലാവുന്ന സമയത്ത് സ്പീഡ് എന്താണ്? 0. The applied force make the ball move towards the goal. അപ്പൊ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോൾ എന്താവും? ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. സപ്പോസ് the goalkeeper dives or jumps up to save the goal. By this action, the goalkeeper tries to apply a force on the moving ball. അപ്പൊ ഗോൾ കീപ്പർ അവിടെ ഉണ്ടായിരിക്കും. ഈ ബോൾ മൂവ് ചെയ്ത് അങ്ങോട്ടേക്ക് ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഗോൾ കീപ്പർ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഒരു മൂവിംഗ് ബോളിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ഹിം ക്യാൻ സ്റ്റോപ്പ് ഓർ ഡിഫ്ലക്ട് ദ ബോൾ. അപ്പൊ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഒന്നുകിൽ ആ ബോളിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഡിറക്ഷന് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. സേവിങ് എ ഗോൾ ബീങ് സ്കോർഡ്. If the goalkeeper succeeds in stopping the ball, its speed decreases to 0. അപ്പൊ ഗോൾ കീപ്പർ ആ ബോളിനെ അയാളുടെ കയ്യിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് എന്താ? അപ്പൊ ബോൾ അവിടെ അയാളുടെ കയ്യിൽ, ഗോൾ കീപ്പറിന്റെ കയ്യിൽ ബോള് റെസ്റ്റിംഗ് പൊസിഷനിലാണ് നിൽക്കുന്നത്, റെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡ് എന്താ? സ്പീഡ് ഡിക്രീസസ് ടു, നല്ല സ്പീഡിൽ വന്ന ബോൾ അതിന്റെ സ്പീഡ് ഡിക്രീസസ് ടു 0.
These observations suggest that a force applied on an object may change its speed. അപ്പോൾ force apply ചെയ്താൽ ഒരു ഒബ്ജക്റ്റ് അതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യും. If the force applied on the object is in the direction of its motion, the speed of the object increases. അപ്പം നമ്മൾ മൂവ് ചെയ്യുന്നതിന്റെ അതേ ഡിറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തതെങ്കിൽ ഒബ്ജക്റ്റിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ഒരു ബോള് തറയിലൂടെ പോവാണ്, പോകുന്ന ബോളിന്റെ പുറകിൽ നിന്നിട്ട് നമ്മൾ പുഷ് ചെയ്താൽ അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഇഫ് ദ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഇൻ ദ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ ഓഫ് മോഷൻ ദെൻ ഇറ്റ് റിസൾട്ട് ഇൻ എ ഡിക്രീസ് ഇൻ ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പൊ ഒരു ബോൾ നിങ്ങളെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നിങ്ങൾ ആ ബോളിനെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ അതിന്റെ സ്പീഡ് എന്താവും? ഡിക്രീസ് ആവും. സെയിം ഡിറക്ഷനിലാണെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യും, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ സ്പീഡ് ഡിക്രീസ് ആവും. ഓക്കെ, ഒരു ആക്ടിവിറ്റി ആണ്. ചിൽഡ്രൻ കോമ്പീറ്റിംഗ് വിത്ത് വൺ അനദർ ഇൻ മൂവിങ് എ റബ്ബർ ടയർ ഓർ എ റിംഗ് ബൈ പുഷിംഗ് ഇറ്റ്. ഇങ്ങനത്തെ ടയർ ഉരുട്ടി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഐ നൗ അണ്ടർസ്റ്റാൻഡ് വൈ ദ സ്പീഡ് ഓഫ് ദ ടയർ ഇൻക്രീസസ് വെനെവർ ഇറ്റ് ഈസ് പുഷ്ഡ്. അപ്പൊ എന്താണ്? ഫോഴ്സ് ഫസ്റ്റ് ഈ വടി ഉപയോഗിച്ചിട്ട് ഫോഴ്സ് കൊടുത്തു, അപ്പൊ ടയർ മൂവ് ചെയ്തു, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പുഷ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ടയർ എന്താവും? ടയറിന്റെ സ്പീഡ് ഇൻക്രീസ് ആവും. ഓക്കെ, another activity, take a ball and place it on a level surface as you did in activity 11.3. ആദ്യം ചെയ്തതുപോലെ ഒരു ഫോഴ്സ് തറയിൽ ഒരു ബോൾ തറയിൽ വെച്ചിട്ടുണ്ട്. മേക്ക് ദ ബോൾ മൂവ് ബൈ ഗിവിംഗ് ഇറ്റ് എ പുഷ്. ഒരു പുഷിംഗ് കൊടുത്തിട്ട് ബോളിനെ മൂവ് ചെയ്യിക്കാം. നൗ പ്ലേസ് എ റൂളർ ഇൻ ഇറ്റ്സ് പാത്ത് ഷോൺ ഇൻ ഫിഗർ. അപ്പൊ ബോൾ വരുന്ന പാത്തിൽ ബോൾ എന്തിനെ ഫേസ് ചെയ്തിട്ടാണോ വരുന്നത് അവിടെ ഒരു എന്ത് വെക്കണം? റൂളർ ഓർ സ്കെയിൽ വെക്കാം. ഇൻ ഡൂയിങ് സോ യു വുഡ് അപ്ലൈ എ ഫോഴ്സ് on the moving ball. അപ്പൊ ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. Does the ball continue to move in the same direction after it strike the ruler? Repeat the activity and try to obstruct the moving ball by placing the ruler in such a way that it makes different angles to its path. അപ്പൊ ബോൾ ഇവിടുന്ന് മൂവ് ചെയ്തോണ്ട് ഇങ്ങനെയാണ് ബോൾ വരുന്നത്. ഈ ബോൾ വരുന്ന ആ ഡിറക്ഷനിൽ ആ പാത്തിൽ ഒരു റൂളർ അല്ലെങ്കിൽ ഒരു സ്കെയിൽ വെച്ചു. അപ്പൊ ബോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് സെയിം ഡിറക്ഷനിൽ നേരെയല്ല പോയത്, ടച്ച് ചെയ്ത സമയത്ത് എന്തായി? ആ ഡിറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്തു. ബോളിന്റെ ഡിറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്തു. അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്തു. ഓക്കെ, a change in either the speed of an object or its direction of motion or both. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾസ് എന്നൊക്കെ we understood a change in either the speed of an object. ഒരു ഫോഴ്സ് കൊടുത്താൽ ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, or its direction of motion, അതിന്റെ മൂവ്മെന്റ് മോഷന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ രണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. Is described as the change in its state of motion. Thus, a force may bring a change in the state of motion of an object. ഒരു ഒബ്ജക്റ്റിന്റെ എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷനില് ചേഞ്ച് വരുത്താൻ ഫോഴ്സിന് പറ്റും. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ ചേഞ്ച് വരും. റെസ്റ്റ് ഉള്ളത് മൂവ് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിറക്ഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്ട്. ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് എന്താണ് ഒബ്ജക്റ്റിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ ഓഫ് സിറ്റുവേഷൻ, പല സിറ്റുവേഷൻ ആണ്. എ ലംപ് ഓഫ് ഡവ് ഓൺ പ്ലേറ്റ്. എന്താണ്? ഒരു ചപ്പാത്തി മാവാണ് പ്ലേറ്റിലുള്ളത്. ഹൗ ടു അപ്ലൈ ഫോഴ്സ്? ഫോഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? പ്രസ്സിംഗ് ഇറ്റ് ഡൗൺ വിത്ത് യുവർ ഹാൻഡ്സ്. ഹാൻഡ്സ് ഉപയോഗിച്ചിട്ട് താഴേക്ക് പ്രസ് ചെയ്തിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ പിക്ചർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്താ സംഭവിക്കുന്നത്? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ, അതിന്റെ മൂവ്മെന്റ്, മോഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, ചേഞ്ച് ഇൻ ഷേപ്പ്, ഷേപ്പിലെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അങ്ങനെ പ്രസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ഇത് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല, ഷേപ്പ് മാറും. ഉരുണ്ട ഷേപ്പ് ഉള്ളത് വേണമെങ്കിൽ പരന്ന ഷേപ്പ് വയ്ക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി, സ്പ്രിംഗ് ഫിക്സ്ഡ് ടു ദ സീറ്റ് ഓഫ് എ ബൈസിക്കിൾ. ഒരു ബൈസിക്കിളിന്റെ സീറ്റിൽ എന്താണ് സ്പ്രിംഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഹൗ ടു അപ്ലൈ ഫോഴ്സ്? ഫോഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്തിട്ടുള്ളത്? ബൈ സിറ്റിംഗ് ഓൺ ദ സീറ്റ്. സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് എന്താവും? ഇതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. ഈ സ്ട്രെയിറ്റ് നേരെ നിൽക്കുന്നത് എന്താവും? ഒരു പരന്ന പോലെ അതിന്റെ ഷേപ്പ് മാറും. തേർഡ് ആക്ടിവിറ്റി, എ റബ്ബർ ബാൻഡ് സസ്പെൻഡഡ് ഫ്രം എ ഹൂക്ക്. ഒരു റബ്ബർ ബാൻഡ് ഒരു ഹൂക്കില് സസ്പെൻഡ് ചെയ്യാം. ബൈ ഹാങ്ങിങ് എ വെയിറ്റ് ഓർ ബൈ പുള്ളിങ് ഇറ്റ്സ് ഫ്രീ എൻഡ്. ഒന്നുകിൽ എങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ഒന്നുകിൽ റബ്ബർ ബാൻഡ് പിടിന്റെ താഴെ എൻഡ് പിടിച്ചു വലിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ് ചെയ്യുക. ഹാങ് ചെയ്യുന്ന സമയത്ത് എന്താവും? ഇതിന്റെ ഷേപ്പ്, നീളം കൂടും, ചേഞ്ച് ഇൻ ഷേപ്പ്. എ പ്ലാസ്റ്റിക് ഓർ മെറ്റൽ സ്കെയിൽ പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു ബ്രിക്സ്. ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ രണ്ട് ബ്രിക്സിന്റെ ഇടയിൽ വെക്കാം.
എങ്ങനെ ഇവിടെ വെയിറ്റ് കൊടുക്കുന്നത്? ബൈ പുട്ടിങ് എ വെയിറ്റ് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്കെയിൽ. സ്കെയിലിന്റെ സെന്ററിൽ ഒരു വെയിറ്റ് വെച്ചു. വെയിറ്റ് വെക്കുന്ന സമയത്ത് സ്കെയിലിന് മോഷൻ സംഭവിച്ചില്ല. എന്ത് സംഭവിച്ചു? ചേഞ്ച് ഇൻ ഷേപ്പ്. സ്കെയിലിന്റെ ഷേപ്പിൽ ചേഞ്ച് വന്നു. സ്ട്രെയിറ്റ് ആയി നിന്നത് നടുവിൽ വെയിറ്റ് വെച്ചപ്പോൾ നടുവിൽ എന്തായി? ബെൻഡായി, ഒന്ന് കുഴിഞ്ഞു. ഓക്കെ. Having performed all the above activities, you would have realized that force എന്ന് പറഞ്ഞാൽ may make an object move from rest. റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ ഫോഴ്സ് ആവശ്യമാണ്. സെക്കൻഡ് പോയിന്റ്, may change the speed of an object if it is moving. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ ആവശ്യമാണ്. may change the direction of motion of an object. ഒരു ഒബ്ജക്റ്റിന്റെ direction of motion ചേഞ്ച് ചെയ്യാൻ ഫോഴ്സ് വേണം. മേ ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പിൽ ചേഞ്ച് വരുത്താൻ ഫോഴ്സ് ആവശ്യമാണ്. മേ കോസ് സം ഓർ ഓൾ ദീസ് എഫക്ട്സ്. ഒന്നുകിൽ ഈ ഒരു ചേഞ്ചസ് എല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ ചില ചേഞ്ചസ് ഉണ്ടാവും ഫോഴ്സ് കൊടുക്കുന്നതിന്റെ റിസൾട്ട് ആയിട്ട്. നെക്സ്റ്റ്, കോണ്ടാക്ട് ഫോഴ്സ്. ഫസ്റ്റ് വൺ, മസ്കുലർ ഫോഴ്സ്. Can you push or lift a book lying on a table without touching it? ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു ബുക്കിനെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാണ്ട് അതിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുഷ് ചെയ്യാൻ പറ്റുമോ? നോ. Can you lift a bucket of water without holding it? ഒരു ബക്കറ്റില് വെള്ളം ഉണ്ട്, ആ ബക്കറ്റിലുള്ള വെള്ളത്തിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാം, ബക്കറ്റിനെ ടച്ച് ചെയ്യാണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. Generally, to apply a force on an object, your body has to be in contact with the object. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയും ആ ഒബ്ജക്റ്റുമായിട്ട് ഒരു കോണ്ടാക്ട് വേണം. The contact may also be with the help of a stick or a piece of rope. When we push an object like a school bag or lift a bucket of water, where does the force come from? The force is caused by the action of muscles. ഇപ്പൊ ബക്കറ്റിലെ വെള്ളം നമ്മൾ ഉയർത്തുന്നു, ആ ഫോഴ്സ് എവിടുന്നാ വന്നത്? നമ്മുടെ ബോഡിയിലുള്ള മസിൽസിന്റെ ആക്ഷൻ വഴിയാണ് ആ ഫോഴ്സ് വരുന്നത്. This force is caused by the action of muscles in our body. The force resulting due to the action of muscles is known as muscular force. മസിൽസിന്റെ ആക്ഷൻ വഴി ഉണ്ടാകുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് muscular force. Look at the picture. Animals also make use of muscular force to carry out their physical activities and other tasks. Animals muscular force apply ചെയ്യുന്നുണ്ട് physical activities ചെയ്യാൻ. Animals like bullock, horses, donkeys and camels are used to perform various tasks for us. Animals, bullock, horses, donkeys, camels ഒക്കെ നമുക്ക് പല ടാസ്കുകളും ചെയ്ത് നമുക്ക് പല ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഇൻ പെർഫോമിംഗ് ദിസ് ടാസ്ക് ദേ യൂസ് മസ്കുലർ ഫോഴ്സ്. ഇങ്ങനത്തെ വെയിറ്റ് എടുക്കുന്നുണ്ട് ഈ ആനിമൽസ് ഒക്കെ. ഈ വെയിറ്റ് എടുക്കുന്നത് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ മസിൽസിന്റെ ആക്ഷൻ വഴിയാണ്. മസ്കുലർ ഫോഴ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. Since muscular force can be applied only when it is in contact with an object. അപ്പൊ muscular force എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒബ്ജക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്താണ് muscular force അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഇസ് കോൾഡ് എ കോണ്ടാക്ട് ഫോഴ്സ്. അതിന് അങ്ങനത്തെ ഫോഴ്സിന് പറയുന്ന പേരാണ് കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ, താങ്ക് യു.